ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നൊരു ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് 4-5 തവണ നല്ലോണം കഴുകി എടുത്ത് 15 മിനിറ്റത്തേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കഴുകിയതെടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1.5 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചേക്കുന്ന അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പകുതി നാരങ്ങ നീരോട് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. പാത്രം കഴുകാനൊക്കെ ചെറിയൊരു മടി ഉണ്ടായതുകൊണ്ട് ഈ ഒരു ബിരിയാണി പോട്ടിലായിരിക്കും നമ്മൾ നമ്മുടെ എൻ്റയർ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതിനനുസരിച്ച് ഞാൻ 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സ്പൈസസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ട് ഇത് നല്ലപോലെ തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. ഞാനിതിലേക്ക് എൻ്റേതായ ചില സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഇച്ചിരി നാരങ്ങ നീരിട്ട് കൊടുക്കണം, അരികൾ തമ്മി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴുകിയെടുത്ത് വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ വെള്ളം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അരി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ടൈം അടച്ചു വെച്ച് വേവിക്കണം. അപ്പം നമ്മുടെ വെന്ത റൈസ് ഞാൻ എടുത്ത ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബിരിയാണിയുടെ സീക്രട്ട്. ഞാൻ എടുത്ത എണ്ണയ്ക്കകത്ത് കംപ്ലീറ്റ് ബിരിയാണി ഉണ്ടാക്കി തീർക്കും. ആദ്യം ഞാൻ എടുത്തത് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ഇതെല്ലാം കൂടെ നല്ലപോലെ വറുത്ത് ഒരു ബ്രൗൺ പരുവമാകുമ്പോൾ ഇതെടുത്ത് കോരി മാറ്റി വെക്കും. നമ്മുടെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കോരി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ 2 സവാള കനം കുറഞ്ഞരിഞ്ഞത് ഇതിലേക്കിട്ട് വറുക്കും. നല്ലപോലെ വറുത്ത് ഒരു ബ്രൗൺ പരുവമാകുമ്പോഴത്തേക്ക് ഞാൻ ഇതെടുത്ത് കോരി മാറ്റി വെക്കും. സവാള ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് മാരിനേഷന് വെച്ചിരുന്ന ചിക്കനാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ ബിരിയാണിയുടെ അടുത്ത മെയിൻ ഹൈലൈറ്റ്. ഞാൻ ബിരിയാണിയിലേക്ക് ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ഫ്രൈ ചെയ്തിട്ടില്ല, നമ്മൾ ഒരു സെമി കുക്ക്ഡ് പരുവത്തിലായിരിക്കും നമ്മളിത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും കടയിൽ നിന്ന് അല്ലെ പുറത്ത് പോയി നിങ്ങൾ ബിരിയാണി ഒരിക്കലും മേടിച്ച് കഴിക്കത്തില്ല. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തൊന്ന് വീട്ടിൽ നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ചിക്കൻ അത്യാവശ്യം ഒരു സെമി കുക്ക്ഡ് പരുവമായെന്ന് കാണുമ്പോഴത്തേക്ക് നമ്മളത് എടുത്തൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെക്കണം. അപ്പം നമ്മൾ ബാക്കി വന്ന എണ്ണയ്ക്കകത്ത് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഷാജീരകമാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഷാജീരകം ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണം വരും. അതിലേക്ക് നമ്മൾ 3 സവാള അരിഞ്ഞ് വെച്ച് 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1.25 ടീസ്പൂണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത് അത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ച മണവും പച്ച കൊത്ത് പോകുന്നിടം വരെ നമ്മളിത് ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ച കൊത്ത് മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഇതിനകത്ത് 1/2 ടീസ്പൂൺ നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കും. അതിന് ശേഷം മെയിനായിട്ടുള്ള നമ്മുടെ ബിരിയാണി മസാലയാണ്, അത് 2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് പുറത്തുനിന്ന് മേടിച്ചതാവാം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതാവാം, ഏതായാലും ഞാനിപ്പോൾ പുറത്തുനിന്നാണ് മേടിച്ചിരുന്നത്. ഇതെല്ലാം വഴണ്ട് ഇതിൻ്റെ പച്ച മണം മാറിയതിന് ശേഷം വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കണം.
ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ബിരിയാണിക്കുള്ള ഗ്രേവിയാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞ് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മെയിനായിട്ടുള്ള എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ച് സവാള കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഇത് പിടിച്ചതിന് ശേഷം ഞാനിത് അടച്ച് വെക്കുന്നുണ്ട് വേവാൻ വേണ്ടിയിട്ട്. ഗ്രേവി എന്തായെന്ന് അറിയാൻ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു ഗൈസ്. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ ചിക്കൻ എല്ലാം വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ലെയറായിട്ട് കൊടുക്കാം. ഞാൻ ഇത് ഒറ്റ ലെയറായിട്ട്, ഞാൻ ഇച്ചിരി മടിയായതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ലെയറിലങ്ങ് ഇട്ട് തീർത്തു. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ഞാൻ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇതിലേക്കൊന്ന് വിതറി കൊടുത്തു. പിന്നെ ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ വറുത്ത് വെച്ചിരുന്ന സവാളയൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതെല്ലാം ഇങ്ങനെ ഇട്ട് കാണാനായിട്ട്. പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അടച്ചു വെച്ചു. ഇത് ദമ്മിട്ടു. അപ്പോൾ ദമ്മിടാനായിട്ട് ഈ ദോശക്കല്ലിലേക്ക് ബിരിയാണി പോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ അടപ്പിൻ്റെ ഓട്ട അടിച്ചു വെച്ചു, കാരണം ആവി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കണം ഗായ്സ്, അടിപൊളിയാണ്. അപ്പോൾ ശരി, ബായ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ.